തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അതാണല്ലോ എനിക്കും വേണ്ടത്. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നീ ആയിട്ട് പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? വേണ്ട, അങ്കിള് ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ അങ്കിളുടെ ആവശ്യം എന്താ? ഞാൻ ഇറങ്ങിപ്പോണം. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതല്ലേ? ഓക്കെ, ഞാൻ പോവാം. പൊന്നു മോളെ, ഇയാള് പറയുന്നത് കേട്ട് നീ ഇവിടുന്ന് പോവില്ലേ? മോൾ ഇവിടെ ഉണ്ടാവണം. ഇല്ല ആന്റി, മനസ്സിനെ കുത്തി നോവിച്ചിട്ട് അത് കേട്ടില്ലെന്ന് നടിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനൊരു സാധാരണ പെണ്ണല്ലേ, എനിക്കുമില്ലേ വേദനിക്കുന്നൊരു മനസ്സ്. മാഡം മോള് വിഷമിക്കണ്ട. മോക്ക് വേണ്ടിയാ അരവിന്ദ് മോൻ ജീവനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നേ. അവന് വേണ്ടി മോൾ ഇവിടെ നിൽക്കണം. ഇല്ലച്ചാ, സോറി, എനിക്ക് പോണം. മോളെ, മോള് പോവല്ലേ, നിക്ക്. സോറി ആന്റി, എന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അങ്കിള് പറഞ്ഞില്ലേ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്ലീസ് എന്നെ തടയരുത്. ശ്രേയ, ബാലമാമൻ നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. മോളെ ചരു, നീ എന്തിനാ ഇവളോടൊക്കെ മാപ്പ് ചോദിക്കുന്നത്? ചരു, നീ വന്നേ. വീടാക്കൂ ചേട്ടാ, വീട്. ശ്രേയ, ശ്രേയ പോവല്ലേ ശ്രേയ. അരവിന്ദേട്ടൻ കണ്ണു തുറന്ന നിന്നെയായിരിക്കും ആദ്യം അന്വേഷിക്കുന്നത്. അരവിന്ദേട്ടനെ വിട്ട് പോവല്ലേ. ഇനിയെങ്കിലും നീ ചേട്ടൻ്റെ കൂടെ ഉണ്ടാവണം. നീ പറയുന്നത് ഞാൻ കേൾക്കണോ? അതിന്റെ ഒരാവശ്യം എനിക്കില്ല. ഓരോരുത്തരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഞാൻ എന്തിനിവിടെ നിൽക്കണം? ശ്രേയ പ്ലീസ്. നിങ്ങളെല്ലാവരും മോനെ സുഖപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഓ, കൊണ്ടുപോയിക്കോളാം. അയ്യോ ശ്രേയ, ശ്രേയ നിക്ക്. പോവല്ലേ ശ്രേയ, പോവല്ലേ. മോളെ പൊന്നു. ശ്രേയ പോവല്ലേ. എന്റെ പൊന്നു പോയി. അരവിന്ദിന്റെ അവസ്ഥ ഇനി എന്താവോ ഈശ്വര. ബാലമാമേ, ബാലമാമേ, ശ്രേയ തിരിച്ചു വിളിക്കും ബാലമാമേ. ഇല്ല മോളെ. ബാലമാമേ, അരവിന്ദേട്ടൻ കണ്ണു തുറന്ന ശ്രേയ ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്. അവള് പോയി തൊലയട്ടെ. അങ്ങനെയെങ്കിലും അരവിന്ദന് ഈ ചക്രവ്യൂഹത്തിന് ഒരു മോചനം കിട്ടട്ടെ. അവന്റെ ജീവിതം ഇനി നന്നാവും. അരവിന്ദ്, എടോ മാഷേ, താൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടല്ലേ. ഞാനില്ലാതെ അരവിന്ദ് ഈ ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ചാരു പറഞ്ഞതുപോലെ അരവിന്ദിന് ബോധം വന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്നെയായിരിക്കും. എന്നെ കാണാതാകുമ്പോ അവൻ അവിടെ പലതും കാണിക്കും.